വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണീത് കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിൻസി ഫ്രാൻസിസ് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ മീറ്റ് ചെയ്യണം, അതേപോലെ ഒരു ക്ലിനിക്കിലോട്ട് പോകണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അവളെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ നിതിൻ ഡേയ്സൺ. അപ്പോൾ ഇവൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് ക്ലിനിക്കിലോട്ട് പോയിട്ടാണ് പിന്നെ ഞാൻ ലിൻസിനെ കാണാൻ പോകുന്നത്. കാരണം വെയിലൊക്കെ ആയ കാരണം ലിൻസി 4 മണിക്ക് ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു 2 ഡേയ്സ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലിനിക്കിലെത്തി. ഹെയറോക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ തൃശ്ശൂരുള്ളൊരു ക്ലിനിക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ സ്കിന്നൊന്ന് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. കണ്ടോ, ഭയങ്കര ആകെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് സ്കിന്ന്. അപ്പോൾ അന്ന് ഞാനൊരു പീലാണ് എടുത്തത്, അതായത് കൊറിയൻ പീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്ത് വെയിലത്തൊന്നും ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ലിൻസിനെ കാണണോ, എന്തായാലും ഞാൻ വെയിലത്ത് ഇറങ്ങും. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് തൃശ്ശൂർ സിറ്റി സെൻറ്ററിലാണ്, നമ്മുടെ സ്വന്തം സിറ്റി സെൻറ്റർ. ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഒക്കെ ആ ഒരു +1 +2 ടൈമിലൊക്കെ നമ്മൾ അവിടെയാണ് ഫുൾ ടൈം ഉണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ അല്ലേ തൃശ്ശൂർ ശോഭമാൾ വന്നത്. അങ്ങനെ ലിൻസി ഫ്രാൻസിസ് വന്നു ഗൈസ്. വർഷങ്ങൾക്ക് ശേഷം ലിൻസി ഫ്രാൻസിസിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ലിൻസി ഫ്രാൻസിസിന്റെ മമ്മി മറ്റേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഹെവി ആയിട്ട് വന്നിരിക്കണം. നമുക്ക് തൃശ്ശൂർ ടൗണിൽ നിൽക്കുന്നത് നമ്മള് കുറച്ച് നല്ല ഫോട്ടോ എടുക്കുക. ഇല്ല വ്ളോഗാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിൻസി ഫ്രാൻസിസ്, എല്ലാവരും ലിൻസി ഫ്രാൻസിസ് പറയും. ഞാൻ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു, അതിലൊക്കെ ലിൻസി ഫ്രാൻസിസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ആരാന്നൊക്കെ. പക്ഷെ എനിക്ക് വയ്യ, വേണമെങ്കിൽ എൻ്റെ ഐഡിയും കൊടുക്കും. കല്യാണം കഴിഞ്ഞാണ് ഗൈസ്. അയ്യോ, കൊന്നു എന്നെ തല്ലി, മറ്റേ തേത്തായി എന്നെ തല്ലി ഗൈസ്. നമ്മളെ എക്സ്പ്രഷൻ ഇട്ട് തുടങ്ങിട്ടോ. ഇനിയിപ്പോ അപ്പൊ എനിക്ക് വിശന്നിട്ട് പോയി. വിശപ്പിന്റെ അസുഖങ്ങൾ കാരണം ഫുഡ് കഴിക്കാൻ പോവാണ്. കൂടെ മമ്മിയുണ്ട്, ഫ്രണ്ട് ഒരു ഹായ് പറയും. നമ്മളിപ്പോ ചിക്കനിലോട്ട് വന്നിരിക്കുകയാണ്. ഇവർ തെണ്ടികൾ ഒരെണ്ണം കഴിക്കുന്നില്ല, ഞാൻ മാത്രം കഴിക്കുന്നുള്ളൂ. നമുക്ക് പറയണ വീഡിയോ ജസ്റ്റ് ഓണാക്കി ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഫ്ലാഷ് അമ്മ അവിടെ നിന്ന് കത്തി അടിക്കാണ് ഗൈസ്. എനിക്ക് എവിടെയെങ്കിലും സ്റ്റാൻഡ് കിട്ടിയാൽ അപ്പോൾ എനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കുറേ കാലമായി കഴിച്ചിട്ട്, അപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചിക്കനിലോട്ട് പോയി. ലിൻസി ആണെച്ചെങ്കിൽ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, തീരെ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാൻ ഈ ഒരു കഷ്ണം മാത്രം കഴിക്കുന്നുള്ളൂ. ഭയങ്കര ഫുഡിങ്ങാണ്. നാട്ടിൽ നിന്ന് വന്നത് വയറ് അല്ല, അവിടെ നിന്ന് വന്നത് വയറ് കളന്നെടുത്ത് വന്നു. അതന്നെയാണ് സാധനത്തിന് നിങ്ങൾ അവിടെ കൊള്ളൂല്ലേ, അവിടെ ഇട്ടിട്ട് വരണം. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ലിൻസി എന്നെ ബാർബി ഡോളെന്ന്, ഞാൻ അവളെ ടെഡി ബിയർ എന്ന് വിളിക്കുക. ബിക്കോസ് ലിൻസി പച്ചവെള്ളം കുടിച്ചാലും തടി വയ്ക്കും, ഞാനൊന്നും കഴിച്ചാലും തടി വയ്ക്കില്ല എന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്. ഞങ്ങൾ മോഡൽ ഗേൾസിൽ പഠിക്കുന്ന പോലെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ലിൻസിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, അതായത് അവളുടെ ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയാണോ, മാമോദീസ അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അതിന് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെല്ലാമരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലോട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. സ്കിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വെയിൽ കൊള്ളരുത്, ഒന്നും കുറച്ച് നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളുടെ കൂടെ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ട് രാത്രിയായി. നമ്മൾ തൃശ്ശൂർ പുത്തമ്പള്ളി സൈഡിൽ കൂടെയൊക്കെ ഉണ്ട് നടക്കുന്നത്. അവിടെ നല്ല വിഷു ടൈമാണ്. അപ്പോൾ വിഷുവിൻ്റെ ഒരു 2 ഡേയ്സ് മുമ്പാണത്. അപ്പോൾ വിഷു ടൈമിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്കും മമ്മിക്കും ചെരുപ്പ് വാങ്ങിക്കാൻ പോയി. അവസാനം ആ കഴിച്ച ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ആവിയായി പോയ അവസ്ഥയായിരുന്നു കേട്ടോ.
ലിൻസി ഫ്രാൻസിസ് നടന്ന് പട്ടി രാവിലെ ഇറങ്ങിയതാ. ഞങ്ങളുടെ പണ്ടത്തെ ഞങ്ങൾ മോഡൽ ഗേൾസിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന വഴിയാണ് ഞങ്ങളുടെ. അതെ, ആ നൊസ്റ്റാൾജിയ അയവറക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ ലിൻസിക്ക് ഒരു മാരേജ് ഉണ്ടായിരുന്നു. ആ മാരേജിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കൊടുത്തായിരുന്നു. അവർ നല്ല കുളമാക്കി വെച്ച് അവൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. വെയിറ്റിംഗ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ലിൻസി ഫ്രാൻസിസിൻ്റെ ഡ്രസ്സ് തയ്ച്ചത് ശരിയായില്ല. 2000 രൂപ കൊടുത്ത് തയ്പ്പിച്ച സാധനം. എന്നോടൊരു വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകാൻ എനിക്ക് മതിയായി. അങ്ങനെ ലേറ്റ് ആയപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ പഠിച്ച മോഡൽ ഗേൾസ് സ്കൂളാണ് കേട്ടോ. ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയി. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാണ്ടായിരുന്നു, അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോയി. വേറൊരു ദിവസം ഞങ്ങൾ കറങ്ങാൻ വേണ്ടി തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.